കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. Let us turn our attention to Romans chapter 8. Book of Romans chapter 8. The 8th chapter of Romans is often called the greatest chapter in the Bible. If Romans 7 focuses on the weakness of the law, neither to justify us nor to sanctify us, Romans 8 focuses on the power of the Holy Spirit. And it is the work of the Holy Spirit that leads us to Christ, and thereby it is through the agency of the Holy Spirit that we are justified and we are sanctified. And no wonder Paul focuses on the power of the Holy Spirit. And last week I said in Romans chapter 7, Holy Spirit is mentioned only once, whereas we read the word law explicitly, the book of Moses or the Old Testament law or the law in general. It is mentioned more than 30 times, almost 31 times it is mentioned in chapter 7. But when you come to Romans 8, in that chapter, the Holy Spirit is mentioned at least 19 times in the first 17 verses of chapter 8. റോമാലേഖനം 8-ാം അധ്യായം വളരെ പ്രസിദ്ധമായിട്ടുള്ള, പലർക്കും വളരെ ഫേവറേറ്റായിട്ടുള്ള, കാണാതെ ഉദ്ധരിക്കുന്ന വാക്യങ്ങളൊക്കെയുള്ള ഒരു അധ്യായമാണ്. ഈ റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും തമ്മിൽ കമ്പയർ ചെയ്താൽ അതിലെ പ്രധാനപ്പെട്ട വ്യത്യാസം, റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു പ്രാവശ്യം മാത്രം പറയുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങളിൽ 19ഓളം പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം എന്നുള്ളത് ന്യായപ്രമാണത്തിൻ്റെ ബലഹീനത. ന്യായപ്രമാണം ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്, അത് വിശുദ്ധമാണ്, അത് നീതിയുള്ളതാണ്. എങ്കിലും ന്യായപ്രമാണത്തിന് നമ്മളെ നീതീകരിപ്പാനോ ന്യായപ്രമാണത്തിന് നമ്മെ ശുദ്ധീകരിപ്പാനോ കഴിയുന്നതല്ല എന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കണ്ടു, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപ പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ബുദ്ധിയുടെ പ്രമാണം ഒരു നെഗറ്റീവ് സെൻസിലല്ല വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഒന്നെടുത്ത് പറയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ബുദ്ധിയെന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധി എന്നല്ല വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറയട്ടെ. ബുദ്ധിയെന്നുള്ളത് നമ്മുടെ ഒരു വേദപുസ്തകം നമ്മൾ ഉടനീളം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. എന്നാൽ ഭോഷനാരാ?
ദൈവം ഇല്ലെന്ന് പറയുന്നവനാണ് ആര്? ഭോഷൻ. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അതിനെ ചെയ്യുന്നവൻ ആരാ? ബുദ്ധിയുള്ള, അങ്ങനെയല്ലേ നിങ്ങളുടെയൊക്കെ വേദോസ്തത്തിൽ? ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. ഞാൻ പറഞ്ഞ യേശു കർത്താവ് അങ്ങനെ പറഞ്ഞ, ബുദ്ധിയുള്ള മനുഷ്യൻ. പിന്നെ കർത്താവ് പറഞ്ഞു, പ്രാവിനെ പോലെ നിഷ്കളങ്കതയും പാമ്പിനെ പോലെ ബുദ്ധിയും. അതൊരു പ്രയോഗമാണ്. പാമ്പിന് ബുദ്ധി കൂടുതലാണെന്നൊന്നുമല്ല, ഒരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ലത്, അതൊരു പ്രയോഗമാണ്. ഓക്കെ, വീണ്ടും നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ എന്തുവാ വിളിക്കുന്നത്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ബുദ്ധി കെട്ടവരെ, ബുദ്ധി പഠിപ്പീൻ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ കൊരിന്ത്യ ലേഖനത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കൾ, കുഞ്ഞുങ്ങൾ ആകരുത്. ഓക്കെ, പിന്നെ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ബുദ്ധിയുള്ള, ബാക്കി പറഞ്ഞേ, ബുദ്ധിയുള്ള ആത്മീകാരാധനയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും. ഓക്കെ, അപ്പോൾ പോള് ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു, ഏത് പ്രമാണോ? ആത്മാവിൻ്റെ പ്രമാണം എന്നാന്ന് പറഞ്ഞേ, പാപത്തിൻ്റെ പ്രമാണം. ഓക്കെ, അത് ഞാൻ ഒന്ന് പൊതുവായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ ആ ബുദ്ധി എന്നുള്ളതിനെ, വേറൊരു വാക്യമുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അവിടെയും ബുദ്ധിയെ നെഗറ്റീവ് അല്ല പറഞ്ഞേക്കുന്നത്, അല്ല, അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ഓക്കെ, എനിവേ, അത്രയും ഒന്ന് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലെറ്റ് us come to chapter 8. When you look at chapter 8 of Romans, in the first 17 verses, it is the ministry of God, the Holy Spirit, in the children of God. That is the theme over there. That is the first division, if you will. Secondly, if you will look at verses 18 to 27, it is the future glory of God's children. That is the main topic in that passage. And from verse 28 to 39, it is about the steadfast love of God. Okay? These are the natural 3 divisions of Romans chapter 8. Of course, that's what we read, not because of the chapter or verse division, but that's how Paul writes this chapter 8 of Romans. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷ. രണ്ടാമതായിട്ട് അതിൻ്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവമക്കളുടെ ഭാവി തേജസ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. 28 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ
അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവസ്നേഹത്തിൻ്റെ ആ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അതിന് മാറ്റമില്ല. നമ്മളിന്ന് പ്രാരംഭവാക്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വന്ന വിഷയത്തോട് ബന്ധിപ്പിച്ച് ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. കാരണം ഞാൻ ചിന്തിച്ചു ഇത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാമെന്ന്. പക്ഷേ അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ അത് മനസ്സിലാകുകയില്ല, മാത്രമല്ല അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വേദഭാഗം, ഓഫ് കോഴ്സ് ഞാൻ ചില ഇലിസ്ട്രേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഇലിസ്ട്രേഷൻസ് തന്നെയാണ്. ചില വേദഭാഗങ്ങൾ അതുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുക. അപ്പോൾ ആ കാര്യം നമുക്ക് കൂടുതലായി മനസ്സിലാകും. ഓക്കെ, Romans chapter 8, 1-17, we read about, or the main theme of that passage is the ministry of God's Spirit in God's children. For example, God, the Holy Spirit, liberates us, and God, the Holy Spirit, indwells in us, and God, the Holy Spirit, sanctifies us, and God, the Holy Spirit, leads us. God, the Holy Spirit, witnesses to our spirit that we are God's children. And finally, it is God, the Holy Spirit, who resurrects us. So, ഇത്രയും കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഞാനിന്ന് ഒത്തിരി കാര്യത്തോട്ട് പോകത്തില്ല, പക്ഷെ പറയുന്ന കാര്യം വ്യക്തമാക്കി എനിക്ക് പറഞ്ഞേ പറ്റൂ. വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ആദ്യത്തെ വാക്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. എന്നാൽ ഒരു മുഴുവനായിട്ടുള്ളൊരു ഒരു പിക്ചർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. സോ വി ആർ ഓൺലി ഗോയിങ് ടു ഫോക്കസ് ദ ഫസ്റ്റ് ഫ്യൂ വേഴ്സസ് ഓഫ് ചാപ്റ്റർ 8. We won't go very fast. We have to dwell in that passage and get out the juice of the passage. This is very important, very important. Okay. നമ്മൾ മലയാളത്തിൽ ഞാനൊന്ന് പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ശുശ്രൂഷ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അതാ പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്ന കാര്യം. 2, പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ അധിവസിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവമക്കളാണെങ്കിൽ, അതൊക്കെ നമുക്കിപ്പോൾ കാണാം, നമ്മൾ ദൈവമക്കളാണോ അല്ലയോ നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ. 3, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കുന്നു, സാങ്ക്ടിഫൈ ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷ്യം പറയുന്നു ഇൻറ്റേർണലി. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് താനും നമ്മളോട് എന്ത് പറയുന്നു? സാക്ഷ്യം പറയുന്നു. നമ്മൾ ദൈവമക്കളാണെന്ന് സാക്ഷ്യം പറയുന്നു. ഇൻറ്റേർണലി ഇൻറ്റേർണലി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ സാക്ഷ്യം ലഭിക്കുന്നു. അവസാനമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ഉയർപ്പിക്കുന്നു. ഓക്കെ, ഇതാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ ചെയ്യുന്ന ശുശ്രൂഷയായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. Now, let us look at the few verses of chapter 8, verses 1-5.
4. Okay, let's read 1 to 13. 1 to 13. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും. അല്ലെങ്കിൽ നമുക്ക് ഓരോ വാക്യങ്ങൾ വായിച്ച്, നമ്മളിന്ന് അത്രയൊന്നും പോകത്തില്ല, ആദ്യത്തെ 3-4 വാക്യങ്ങളെ വായിക്കത്തുള്ളൂ. നിങ്ങൾ ആ വാക്യം നമുക്ക് എല്ലാം വായിച്ച് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഓരോ വാക്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ chapter 8 verse 1, it begins with, there is therefore now no condemnation. Why Paul begins that there is therefore now no condemnation? The word therefore, he connects with all the rest of the chapters, because in all the rest of the chapters, especially in the initial 3 chapters, we read about how every person, irrespective of his background, whether he be a religious Jew or a pagan, irrespective of his background, everyone is condemned. All have fallen short of the glory of God. So everybody stands condemned. And then he comes, and when he begins in chapter 6 about the doctrine of sanctification, but he also deals with the law of God in chapter 7. Okay, so when he comes to chapter 7, in chapter 7 he says the law condemns because we are unable to meet the demands, the righteous, holy requirements of the law. We are condemned. So what is the solution? So the Lord shows me, who am I really? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എനിക്ക് കാണിച്ചു തരികയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ വചനം വായിക്കുമ്പം ഈ വചനം വായിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് because I'm a saved person, because I'm a justified person, I love reading God's word. Okay, I love reading God's word. I find such a joy in reading God's word. But although I find it joyful and I love it, even then when it comes to the practical outworking of the word of God, I find in myself a disharmony between what I find joyful, between what I really want to do and what I do. Okay, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, നമ്മൾ വീണ്ടും ജനിച്ചവരായതുകൊണ്ട്, നമ്മൾ നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ട്, പോൾ പറയുന്നത് പോലെ 7-ാം അധ്യായത്തിൽ ഉള്ളം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുകയാണ്. കാരണം വീണ്ടും ജനിച്ചതുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൽ രസിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് പറ്റത്തില്ല. അതാ ഞാൻ ഒന്നാമത്തെ ടെസ്റ്റായത് കേട്ടോ. നമ്മൾ പറയും നൗ ദർ ഈസ് നോ കണ്ടംനേഷൻ, ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല, അതുകൊണ്ട് എൻ്റെ ശിക്ഷാവധി പോയില്ല. അവിടുത്തെ ക്ലോസ് മനസ്സിലാക്കണം. ആർക്കാ ശിക്ഷാവധി ഇല്ലാത്തത്? ക്രിസ്തുവേശുവിൽ ഉണ്ടെന്നുള്ളത് എങ്ങനെ മനസ്സിലായി? അത് പാസ്റ്ററെ ഞാൻ
ഞങ്ങൾ യാക്കോബക്കാരായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മർത്തോമക്കാരായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ പിന്നെ കൈപൊക്കി അല്ലേ പറഞ്ഞു. ഞങ്ങളത് കൂട്ടായ്മയ്ക്ക് പോയി, അവിടെ ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോയി, പിന്നെ ഒടുവിൽ ഞങ്ങൾ സ്നാനപ്പെട്ടു, പിന്നെ ഇവിടെ വന്നു, ഓക്കെ എല്ലാം. ഇപ്പോൾ ഇവിടെ സഭയിലെ മെമ്പേഴ്സുമാണ്. അതാണോ? നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് മനസ്സിലാക്കണം. ആർക്കാ ശിക്ഷാവിധിയില്ലാത്തത്? ക്രിസ്തുവേശുവിലുള്ളവർക്ക് മാത്രമാണ്. ആ ക്രിസ്തുവേശുവിലുണ്ടോ എന്നെങ്ങനെ അറിയാം? ക്രിസ്തുവേശുവിലുണ്ടോ എന്നെങ്ങനെ അറിയാം? ഇന്ന് ഞാൻ ഇതല്ലാതെ വേറൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ താല്പര്യം, എൻ്റെ പ്രാർത്ഥന, ഇവിടെ the brethren who sat under my preaching for at least now it is 2 years, for 2 years should be there in heaven. That is my only goal. I am not here to get anything out of here. I don't want. I am here to give you something. I am here to give you something. And my greatest burden is this, that you will be with the Lord Jesus Christ someday. അതാണ് എൻ്റെ ബേർഡൻ. ഒരാളിനോട് പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ചോദിക്കല്ലാരാ പറഞ്ഞത്, ഞങ്ങൾ ഈ 3 വർഷം വെച്ചേക്കുന്നത് എന്താണെന്ന് പാസ്റ്റർ അറിയാം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഇത് കേട്ടിട്ട് 3 കൂടെ തരാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കല്ല. അതൊന്നുമല്ല. അല്ല, 3 10 എത്ര ആയിട്ട് അതല്ല വിഷയം. യു ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. നാട്ടിലുള്ള ഇവിടെ വന്നൊന്ന് രക്ഷപ്പെട്ടു പോട്ടെന്നേ. എന്തിനാ ഇവിടെ വന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെന്നേ? ഈ മെൻറ്റാലിറ്റിയും കൊണ്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ ഹോപ്പൊന്നുമില്ല. അതാ ഞാൻ പറയുന്നത്. സൺഡേയിൽ ഞാനത് പറഞ്ഞതാ. ഞാൻ നിങ്ങളോട് എത്ര പ്രസംഗിച്ചാലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അവിടെയാണ് നമ്മളിവിടെ ഇപ്പം പഠിക്കാൻ പോകുന്ന വിഷയം. അതാ ഏറ്റവും ഇമ്പോർട്ടൻ്റാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലല്ലാതെ ഒരു പണി നടക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റഡിക്ക് ആ ടൈറ്റിൽ ഞാൻ എടുത്തതിൻ്റെ കാര്യം, ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്. വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ്? അപ്പം ഓക്കെ, നൗ he begins with no condemnation, because in the rest of the chapters he was telling us there is the condemnation, and now he turns around and he tells us that there is no condemnation. This chapter begins with no condemnation and it ends with in verse 39. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലുക്ക് അറ്റ് മീ. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങോട്ട് നോക്കണം. നിങ്ങളവിടെ ഫണ്ണ് ചിരിച്ചുകൊണ്ടിരിക്കരുത്. ചിരിക്കാനുള്ളത് പറയുമ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞു തരാം, അന്നേരം നിങ്ങൾ ചിരിച്ചോ. അല്ലാത്തപ്പം ദയവായിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഓക്കെ? ഐ എം ബീയിങ് വെരി സീരിയസ്. ഓക്കെ? കാരണം ദാറ്റ് ഈസ് സോ ഡിസ്ട്രാക്ഷൻ, ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. ഈ നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇത് പറയുന്ന ആൾക്ക് ചുമ്മാതെ വന്ന് പ്രസംഗിച്ചേച്ച് സാലറി മേടിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമൊന്നും വരികയില്ല. ബട്ട് ദിസ് ഈസ് ഫ്രം മൈ ഹാർട്ട് ആൻഡ് ദിസ് ഈസ് മൈ ബേർഡൻ. അതുകൊണ്ടാണ് അത് വിഷയമായിട്ട് എനിക്ക് വരുന്നത്. ഓക്കെ? സോ ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഈ
ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, അയ്യോ നിങ്ങൾ പേടിച്ചൊന്നും ഇരിക്കേണ്ട, റിലാക്സായിട്ടിരുന്ന. ഓക്കെ, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ബിഗിൻസ് വിത്ത് നോ കണ്ടംനേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് നോ സെപ്പറേഷൻ. സച്ച് എ ജോയ്ഫുൾ തിങ്. പക്ഷെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരു ക്ലോസ് അവിടെ ഉണ്ട്. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ മുമ്പേ പറഞ്ഞേ, കണ്ടംനേഷൻ ഇല്ല, ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്നത് ഒരു മൊത്തമായിട്ട് പോളങ്ങ് പറയുകയല്ല. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് മാത്രമാണ്. ഓക്കെ, ഇനിയും സോ he begins with no condemnation. And how do we know that I am not under condemnation? How do I know? How do I know I am in Christ? How do I know? How do I make sure I am in Christ? Verse 2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. Okay, so it is because there is no condemnation of the law over me. അതായത് ന്യായപ്രമാണത്തിൻ്റെ ആ ശിക്ഷ എൻ്റെ മേലില്ല. കാരണം ന്യായപ്രമാണം എന്നെ ശിക്ഷ വിധിക്കുക, എല്ലാവരെയും ശിക്ഷ വിധിക്കുക. പക്ഷെ എന്തുകൊണ്ടില്ല? അതിൻ്റെ കാരണം എന്നെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. So the first thing that happened to me is there is the blessing of salvation is there is no condemnation for me, and the reason why I am not condemned is because in Christ Jesus there is a liberation happened. And the liberation is this: because through Christ Jesus the law of the Spirit of life set me free from the law of sin and death. എന്താണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. How dares Paul calls the law as the law of sin and death? Paul is not calling the law of God of sin and death. No, because he has already said the law of God is holy, righteous, and it is good. പൗലോസ് ന്യായപ്രമാണത്തെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമെന്ന് വിളിക്കുന്നത് അത് പാപമാണ്, അത് മരണമാണെന്നുള്ളതല്ല. നേരെ മറിച്ച് പൗലോസ് 7-ാം അധ്യായത്തിൽ പറഞ്ഞു, ന്യായപ്രമാണം അത് വിശുദ്ധമാണ്, അത് നീതിയുള്ളതാണ്, അത് നല്ലതാണ്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? ന്യായപ്രമാണം നീതിയും വിശുദ്ധിയും നല്ലതുമായിരിക്കുന്നത് കൊണ്ട് ആ ന്യായപ്രമാണം അതിൻ്റെ നീതിയോ വിശുദ്ധിയിലോ ഒക്കെ വരുവാൻ കഴിയാതെ വണ്ണം എൻ്റെ ജഡത്തിൽ
പാപം വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്നിൽ പാപം വസിക്കുന്നത് കൊണ്ട് എനിക്കൊരിക്കലും ന്യായപ്രമാണത്തിൻ്റെ നീതിയെ നിവർത്തിപ്പാൻ കഴിയുന്നില്ല. അത് നിമിത്തം ന്യായപ്രമാണം എന്നെ കുറ്റം വിധിക്കുന്നു. ഞാൻ മരണത്തിനും നാശത്തിനും അധീനനായിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യുന്നു? ആ പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ the means of liberation from the law of sin and death, Paul says in verse 2, he calls the law of the spirit of life. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്തുകൊണ്ടാണ് പൗലോസ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമെന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത് പോൾ 2 Corinthians, why Paul calls it the law of the spirit of life. In 2 Corinthians chapter 3 verses 7 and 8. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയല്ലയോ? So Paul calls here in this verses, he calls the gospel, the new covenant, as the law, the ministry of the Spirit. Ministry of the Spirit. Okay? അപ്പോൾ ന്യായപ്രമാണം എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ പ്രമാണമായപ്പോൾ, സുവിശേഷമെന്ന് പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. അപ്പോൾ ആ പ്രമാണം എനിക്കെന്തു വരുത്തി? സ്വാതന്ത്ര്യം വരുത്തി. ഓക്കെ? Why I am not condemned? Because the gospel, when the gospel came, the life of the law of the Spirit, which is the ministry of the gospel, when the gospel came, gospel set me free from the condemnation of the law, and the Spirit of God puts me in Christ, and therefore I've been liberated from the law, the condemnation of the law, and now because I am in Christ, no condemnation. Okay? എന്നെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് എനിക്കെന്തില്ല? ഇപ്പം ശിക്ഷാവിധിയില്ല. അത് സുവിശേഷം, പരിശുദ്ധാത്മാവാണ് ഈ കാര്യം ചെയ്യുന്നത്. എന്നിട്ട് Paul say why the law could not save me. Verse 3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. Okay, so because of our fallen, selfish and sinful nature, the law condemns every one of us. We cannot meet the holy, righteous standard of the law. It condemns everybody. So what did God do? When he put me in Christ, there in Christ, on the cross, God condemned Christ. I was there in Christ. Every born again child of God was there in Christ on the cross. വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും ക്രിസ്തുവിൽ ആ ക്രൂശിൽ ഉണ്ടായിരുന്നു.
ഇവിടെ പൗലോസ് പറയുക, നമുക്ക് പറ്റുകയില്ല. കാരണം നമുക്ക് ന്യായപ്രമാണത്തിൻ്റെ ആ റിക്വയർമെൻറ്റ് പൂർത്തീകരിക്കാൻ പറ്റാതിരുന്നപ്പം ദൈവം തൻ്റെ പുത്രനെ എന്ത് ചെയ്തു? അയച്ചു. God sent his own son, which means he existed before he was born. Before he was born, he existed in eternity, and God sent his son to this world. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇനി പുത്രനെ അയച്ചപ്പോൾ എങ്ങനെയാണ് അയച്ചത്? 3-ാം വാക്യം, ഹൗ ഗോഡ് സെൻഡ് ഹിസ് സൺ. വേഴ്സ് 3 again. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. 2 കാര്യങ്ങളാ നമ്മളിവിടെ വായിക്കുന്ന. ഒന്ന്, പാപജഡത്തിന്റെ സാദൃശ്യം. ഓക്കെ. In the likeness of sinful flesh, both the likeness and sinful flesh, both the terms are so very important. Why? Because there were people who thought the body is evil. Christ could not have come in the flesh. It only appeared that he came into the flesh. There was such a false teaching, a wrong teaching in the first century church. You read 1 John. When you read 1 John, you will understand who is Antichrist. John says, he who denies the Son of God has come in the flesh. Okay? So there was this false teaching in the first century church. Because human body is sinful, God could not have come in this flesh. And they taught instead, it only appeared that Jesus came into the flesh. It was simply an appearance, nothing more than that. That was a false teaching in the first century church. Okay? Now you understand the background of 1 John. 1 യോഹന്നാനിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. ആരാകുന്നു എതിർ ക്രിസ്തു? കർത്താവ് ജഡത്തിൽ വന്നില്ല എന്ന്, അങ്ങനെയല്ലേ പറയുന്നവൻ തന്നെ അല്ലാതെ ആരാകുന്നു എതിർ ക്രിസ്തു എന്ന് പറയുന്നു. വായിച്ചിട്ടില്ലേ നിങ്ങൾ ആ വാക്യം 1 യോഹന്നാനിൽ? അപ്പം ഇങ്ങനെ ഒരു തെറ്റായ ഉപദേശം 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അതായത് മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് സിൻഫുള്ളാ, അതുകൊണ്ട് ആ ശരീരത്തിൽ യേശു വന്നില്ല, പിന്നെ അങ്ങനെ അപ്പിയർ ചെയ്തതേ ഉള്ളൂ, അങ്ങനെ തോന്നിയതേ ഉള്ളൂ. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ഒരു ഫോൾസ് ടീച്ചിങ്. അതിനെ കൂടെ ഖണ്ഡിച്ചുകൊണ്ടാണ് 1 യോഹന്നാൻ എഴുതുന്നത്. ഓക്കെ, അത് നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. യേശു ജഡത്തിൽ വന്നില്ലെന്ന് പറയുന്നവനല്ലയോ എതിർ ക്രിസ്തു എന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ പോൾ പറയുകയാണ്, ജഡത്തിൽ ക്രിസ്തു വന്നു, പക്ഷെങ്കിൽ പാപജഡത്തിലല്ല വന്നത്. പാപജഡത്തിലല്ല വന്നത്, പാപം ഇല്ലാത്തയുള്ള ജഡത്തിൽ. ഇൻ ദ ലൈക്ക്നെസ്, നോക്കിയേ, ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. ഇറ്റ് വാസ് റിയൽ ഫ്ലഷ്, ബട്ട് only the likeness of sinful flesh. പാപമില്ലാത്ത എന്നാൽ ജഡത്തിൽ യേശു എന്ത് ചെയ്തു? വെളിപ്പെട്ടു. പാപമില്ലാത്ത ജഡത്തിൽ യേശു വെളിപ്പെട്ടു
ഇത് വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം തൻ്റെ പുത്രനെ അയച്ചിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിൽ യേശു ശിക്ഷ അനുഭവിച്ചപ്പം ആരും അവിടെ ഉണ്ടായിരുന്നു? നമ്മളും ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ പോൾ അത് തന്നെയാണ് പറയുന്നത്. സോ ഇൻ എഫക്റ്റ് വാട്ട് പോൾ tells us is this: when God condemned his son on the cross, according to Paul, we were there in Christ. We were there in Christ. 2 Corinthians chapter 5 and verse 15. എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി can you read with verse 14, the second part? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി നോക്കാം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോ എന്തുവാ സംഭവിച്ചത്? എല്ലാവരും മരിച്ചു. ഞാൻ ആദാമിലായിരുന്നു ഒരിക്കൽ, എന്നാൽ ദൈവം എന്നെയും കൂടെ ക്രിസ്തുവിലാക്കി. ഇപ്പോഴും വീണ്ടും ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് അവൻ്റെ സ്പിരിച്വൽ ഹിസ്റ്ററി. ഇനിയും വീണ്ടും ജനിക്കാൻ പോകുന്ന ഒരാളിൻ്റെ സ്പിരിച്വൽ ഹിസ്റ്ററിയും അതാ. എവ്രിബഡി ഹു ഈസ് ബോൺ ഓഫ് ഗോഡ്, the history of that person is this: that when he died, when Christ died, he was there in Christ. And because God condemned in Christ's flesh what was against me and you, now there is no condemnation. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റാ. ക്രിസ്തുവിൽ എന്നെ നിങ്ങളെ ആക്കിയത് കൊണ്ടാണ് ഇപ്പോൾ എന്തില്ല? കണ്ടംനേഷൻ ഇല്ലാത്ത, ശിക്ഷാവിധി ഇല്ലാത്ത. ഇനി എൻ്റെ 4 വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1-2 ഉദാഹരണവും ഞാൻ പറയാം. 4 വാക്യം: ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഓക്കെ, ഈ വേദഭാഗം, when you read that verse, the immediate purpose of the sin-bearing death of God's Son, it was not only that we would escape condemnation, that is there, but those who have escaped in Christ the condemnation, here it is written, in order that the righteous requirements of the law might be fully met in us. Okay? അപ്പോൾ പൗലോസ് പറയുന്ന 2 കാര്യങ്ങളാണ്. യേശു കർത്താവിൻ്റെ ക്രൂശിൽ, യേശു കർത്താവിൻ്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചതിൻ്റെ ഒന്നാമത്തെ പർപ്പസ് എന്നെ നിങ്ങളെ നീതീകരിക്കാനായിരുന്നു. ഓക്കെ, ഇമ്മീഡിയറ്റ് പർപ്പസ്. എന്നാൽ ആ നീതീകരണം സംഭവിച്ചു, അതിനോട് ചേർന്ന് ക്രൂശിൻ്റെ പർപ്പസ് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? വളരെ വ്യക്തമാണ്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച്
നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ക്രൂശിൽ ദൈവം പ്ലേസ് ചെയ്ത് നീതീകരണം പ്രാപിച്ചു എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ ഫലമായിട്ട് ന്യായപ്രമാണത്തിൻ്റെ എന്താ അവിടെ എഴുതിയേക്കുന്നേ? ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ട നീതി, റൈച്ചസ് റിക്വയർമെന്റ് ഓഫ് ദ ലോ, ആ മോറൽ റിക്വയർമെന്റ്, ആ മോറൽ ലോ നമ്മിൽ എന്താകുക? നമ്മൾ നിവൃത്തിയാകണം. അങ്ങനെ നിവൃത്തിയാകുന്നതിലൂടെയാണ് എനിക്ക് ഉറപ്പിക്കാൻ കഴിയും, എനിക്ക് അവസാനം എനിക്ക് കണ്ടംനേഷൻ അല്ല വരാൻ പോകുന്നത്. കാരണം എന്നെ ദൈവം ക്രിസ്തുവിൽ പ്ലേസ് ചെയ്തെങ്കിൽ അവിടെ നിന്ന് എന്നെ വേർപിടിക്കാൻ ആർക്കാ കഴിയുന്നേ? ആർക്കേലും പറ്റുമോ? അവിടെ നിന്ന് ഇപ്പോഴുള്ളതിനും പറ്റത്തില്ല, വരാനുള്ളതിനും പറ്റത്തില്ല. പക്ഷെ മനസ്സിലാക്കണം, ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഒരിക്കൽ കൈപൊക്കി എന്ന് പറയുന്ന, ഒരിക്കൽ മുങ്ങിയെന്ന് പറയുന്ന, ഒരിക്കൽ മെമ്പറായെന്ന് പറയുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് അല്ല പൗലോസ് പറയുന്നത്. ഇഫ് യു ആർ ട്രൂലി ഇൻ ക്രൈസ്റ്റ്, you will know that you are truly in Christ, although you know within yourself, oh, what a wretched man I am. I am unable to fulfill the righteous requirement of the law, I know. But God the Holy Spirit begins to fulfill the righteous requirement of the law in me. അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ. ഞാൻ എത്ര പ്രസംഗിച്ചാലും, ക്ഷമിക്കെന്ന് പ്രസംഗിച്ചാലും, സ്നേഹിക്കെന്ന് പ്രസംഗിച്ചാലും, താഴെന്ന് പ്രസംഗിച്ചാലും, ഉരുളയ്ക്കുപ്പേരി മറുപടി പറയണ്ട എന്ന് പ്രസംഗിച്ചാലും അതിവിടെ നടക്കാൻ പോകുന്നില്ല until and unless Spirit of God changes individuals. നടക്കാൻ പോകുന്നില്ല. അതിനിവിടെ ഏത് പാസ്റ്ററെ കൊണ്ടുവന്നാലും നടക്കാൻ പോകുന്നില്ല. ആര് വന്നാലും അകത്തുനിന്ന് അല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാമോ? അല്ലെങ്കിൽ പറ്റുന്നത് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 4-5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണമല്ലോ. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം, ഈ Paul the apostle, see, Paul, when he writes to Titus, he tells Titus that you have to exhort the people in Crete so and so things, such and such things, that your life should be this and that. But given the background of the Cretans, and the Cretans are infamous for their, എന്താ പറയുന്നേ, they are brute beasts. That's what it is written about them. Can you turn with me for a moment? I'm going to illustrate that and I'll close. Okay, illustration ആണ്. വചനത്തിൽ നിന്നുള്ള ഇല്ലുസ്ട്രേഷൻ ആകുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 1 വായിച്ചോളൂ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക് കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ട് ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോട് പൂർണ്ണ സൗമ്യത. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം.
So, this is what Paul reminds them, this is what the moral law of God requires of every born again child of God. Okay? This is the requirement. What are there? എന്തൊക്കെയാ? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും. കീഴടങ്ങണം, അനുസരിക്കണം. Okay. These are the requirements. To submissive to rulers and authorities, to be obedient, to be ready for every good work, to speak evil of no one, to avoid quarreling, okay, to be gentle, and to show perfect courtesy toward all people. All people. To be courteous. As soon as Paul wrote this to Titus, Paul knew this is a tall order given the circumstances of Cretans. Okay? What is the circumstance of Cretans? 1 verse 12. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർ തന്നെ. ഇതാണ് അവര്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ക്രേത്തയിൽ സുവിശേഷം വന്നു, ഇവരെല്ലാം വിശ്വസിച്ചു. ഓക്കെ, ഇവരെല്ലാം ബോൺ അഗൈനായി. ആരാ? ഈ പെരുവയന്മാരായ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും ഭയങ്കര ഇവർ വാട്ടിയും പിട്ടിയും വെക്കുന്ന ഇവരെല്ലാം മാനസാന്തരപ്പെട്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഫോർ എ മൊമെന്റ് ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ക്രേത്തയിൽ സഭയുണ്ടായി. വീണ്ടും ജനിച്ചവരാ, നീതീകരിക്കപ്പെട്ടവരാ. ഇവർ നാളെ മാർക്കറ്റിലോട്ടിറങ്ങി ഇതേ സ്വഭാവം തുടങ്ങിയാൽ എന്തായിരിക്കും പറയുന്നത്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. They are forgiven people, but there is no change. For example, I'm illustrating that. They are forgiven. അവർ ക്ഷമിക്കപ്പെട്ടവരാ, കർത്താവരെ നീതീകരിച്ചു. ഇപ്പം എനിക്ക് ക്രിസ്തു യേശുവില്ല, ഞങ്ങൾ ഒരു ശിക്ഷാവിധിയില്ല. നാളെ സ്വഭാവം ഇത് തന്നെയാണ്. പോൾ പറയാ, നോ, അങ്ങനല്ല വേണ്ടത്. ഓക്കെ, നിങ്ങൾ എൻ്റെ ഒപ്പം വരണേ പ്ലീസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനല്ല വേണ്ടത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ പറഞ്ഞ കാര്യം തന്നെ ആണി തറയ്ക്കുന്ന പോലെ കയറിയേ പറ്റൂ. അതിനാ പറയുന്നേ. കേട്ടോ, വായിച്ചു. അപ്പോൾ അവരോട് തിത്തോസേ, അങ്ങനെ ഇവർ ഈ ദുഷ്ടജന്തുക്കളായിട്ട് ജീവിച്ചിരുന്നാൽ പറ്റത്തില്ല കേട്ടോ. നീ അവരോട് പറയണം അങ്ങനല്ല വേണ്ടത്. Okay, so when Paul reminds Titus that if you leave them as it is, if there is no transformation in their character, they are forgiven. There is a church, and tomorrow also they go to the market and they quarrel, they fight, they do all sorts of things that ought not to happen. If they are born again, remind them, this is what God's moral law requires of them. Tell them. Okay? So as soon as he writes that to be obedient, to be ready for every good work, to speak evil of no one, to avoid quarreling. കാരണം നേരത്തെ ഇവർ they were ready to quarrel at the drop of a hat. And Paul is telling Titus, tell them not to quarrel. Such a tall order. How can this ever happen? How can this ever happen? Paul gives the answer. Verse 3. മുൻപേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും. നാമും
മുമ്പേ എങ്ങനെ ആയിരുന്നു? ബുദ്ധികെട്ട. ഇതുപോലെ തന്നെയായിരുന്നു. ഇത്രയും അടിയും പിടിയും ചിലപ്പോൾ ഉണ്ടാക്കത്തില്ലെന്നായിരിക്കും. കാരണം അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഇപ്പം ഞാൻ അടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ചെറിയ പോലെ ഒരാൾ വന്ന് എനിക്ക് 2 അടിയും തന്ന് പിടിച്ച് തള്ളി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അടിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ പോൾ പറയുക, നമ്മളും ആരായിരുന്നു? ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ വേറൊരു കാര്യം സംഭവിച്ചു. 4-ാം വാക്യം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയ. നമ്മൾ അവിടെ എങ്ങനെയൊക്കെ ആയിരുന്നു? നമ്മൾ ഇതുപോലെ ആയിരുന്നു. 3-ാം വാക്യം വായിച്ചു. മുൻപേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും. ഒരു പ്രശ്നമുണ്ട് ആ വാക്യങ്ങൾ തമ്മിൽ, അതിപ്പോ കാണിക്കണ്ട, വായിച്ചു. ഇംഗ്ലീഷ് കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. ഓക്കെ. അപ്പൊ ദൈവം നമ്മളെ രക്ഷിച്ചിട്ട് എന്തോ ചെയ്തു? നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. വാഷിംഗ് ഓഫ് റീജനറേഷൻ സംഭവിച്ചു. എന്നിട്ട് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. നോക്കിയേ, നിങ്ങൾ അത് ചേർത്തൊന്ന് ചേർത്ത് വായിച്ചാൽ പൗലോസ് പറയാ, നീ അവരോട് പറയണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം തീത്തോസ് ന്യായമായിട്ടും ചിന്തിക്കുകയാണ്, ഇത് ഇവരോട് പറഞ്ഞാൽ ഇത് വല്ലതും നടക്കുമോ? ഉടനെ പൗലോസ് പറയാ, മോനെ തീത്തോസെ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ അല്ലായിരുന്നു. അന്നേരം കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ഉദിച്ചപ്പം നമ്മൾ എന്ത് ചെയ്തു? കർത്താവ് വാഷ് ചെയ്തു, നമ്മളെ നീതീകരിച്ചു. പിന്നെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? പകർന്നു. പരിശുദ്ധാത്മാവിനെ പകർന്നതുകൊണ്ടാണ് നീ അവരോട് പറയേണ്ടത്, ഇതാണ് ദൈവത്തിൻ്റെ മോറൽ ലോ. അപ്പൊ പരിശുദ്ധാത്മാവുണ്ടോ? നീതീകരിക്കപ്പെട്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പം ദൈവത്തിൻ്റെ മോറൽ ലോയ്ക്ക് മുൻപാകെ ഞാൻ കുറ്റവാളിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പം ഞാൻ വഴക്കാളിയാ, എനിക്ക് അസൂയയും ഡിസൊബീഡിയൻസും ഇതെല്ലാം എനിക്കറിയാം. പക്ഷെങ്കിൽ ഇത് നടക്കുന്നില്ല. അത് ലോ വർക്ക് ചെയ്യുക, ലോ കാണിച്ചു തരിക. 7-ാം അധ്യായം റോമർ 7 അത് കേട്ടോ. പലരും ഇന്ന്, ഒരുപക്ഷെ നീതീകരിക്കപ്പെട്ട പലരും ഇന്ന് റോമാലേഖനം 7 കിടക്കുകയാണ്. എല്ലാം അറിയാം, എല്ലാ മെസ്സേജും കേൾക്കുന്നുണ്ട്, എല്ലാ ബൈബിൾ ക്ലാസ്സും വരുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും റോമാലേഖനം 7-ാം അധ്യായത്തിൽ കിടക്കുന്നേ ഉള്ളൂ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാ മനസ്സിലാക്കുന്നത് 7-ാം അധ്യായത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയുണ്ട്. എന്താ ശുശ്രൂഷ? എന്നെ കൺവിക്റ്റ് ചെയ്യുക. അയ്യോ, അത് വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ആ ഫ്യൂസ് പോകണ്ടായിരുന്നു, ഇച്ചിരി കട്ടിയുള്ളൊരു കേബിൾ ഇടേണ്ടിയായിരുന്നു അവിടെ. ഇത് തീരെ കനം കുറഞ്ഞതാ, അല്പം ഒരു സ്പൈക്ക് വന്ന ഉടനെ ഇതങ്ങ് ഫ്യൂസ് ആകുക. അല്ലേ? ഒരു ചെറിയ സ്പൈക്ക് വന്നാൽ ഫ്യൂസ് ആകുന്ന നിലയില. എന്താ വേണ്ടിയെന്നറിയാമോ? വലിയ പവർ വന്നാലും
കത്തിപ്പോകാത്ത ആ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതെവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പാപത്തിന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതിൻ്റെ ഇമ്മീഡിയറ്റ് പർപ്പസ് എന്നെ നീതീകരിക്കാനാ. പക്ഷെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള ഉദ്ദേശം എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ. അപ്പം എനിക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വിശുദ്ധീകരണം നടക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ മതി. പാപം വന്നിട്ടുണ്ടോ എന്നുള്ളതല്ല, പാപം വന്നിട്ടുണ്ടാകാം. പോൾ തന്നെ പറയുന്നില്ലേ, ഇല്ലേ, ബോൺ അഗെയിൻ ചിൽഡ്രൻ പാപം ചെയ്തേക്കാം. It is not the question of sinlessness. Rather, it is as the Spirit of God empowers us, you will find yourself sinning less and less and less. Okay? It is God the Holy Spirit. It is God the Holy Spirit. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കണം. അതാ പൗലോസ് പറയുന്നത്. പക്ഷെ മറ്റൊന്നും നിൽക്കുകയില്ല. അതിന് അപ്പോസ്തലനായ പത്രോസ് ഒരു മനോഹരമായ ഇല്ലസ്ട്രേഷൻ കൊടുത്തു. 2 പത്രോസ്, Peter has given a beautiful illustration. You cannot fake spirituality. You cannot fake being born again for so long. So long you cannot. For a time you may be able to do that. അല്പസമയം അത് നടക്കും. പത്രോസ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുന്ന പന്നി എന്നതുപോലെ സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. ആ പഴഞ്ചൊല്ലിൻ്റെ സ്റ്റോറി ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞതാണ്. ഒരു ആ ഗ്രീക്ക് സ്റ്റോറിയിലുള്ളൊരു കാര്യമാണ്. ആ പബ്ലിക് ബാത്തിൽ അവിടെ ലേഡീസ് വന്ന് കുളിച്ച് വൃത്തിയായി നല്ല ആഭരണമൊക്കെ ഇട്ട് നടന്നുകൊണ്ട് പോകുന്ന, നല്ല മനോഹരമായിട്ട് നടന്നു പോകുന്ന കണ്ടുകൊണ്ട് ഒരു പന്നി ഒരു ദിവസം, ഇത് സ്റ്റോറിയാണ്, അവരുടെ സ്റ്റോറിയാണ്, ഒരു പന്നി ഒരു ദിവസം വിചാരിച്ചു ഞാനും പോയി കുളിച്ച് അവരെ ലേഡിയെ പോലെ ഇങ്ങനെ നടക്കാമെന്ന് ഓർത്ത്. പന്നി ചെന്നു കുളിച്ചു, എല്ലാം നല്ല വസ്ത്രമൊക്കെ ഇട്ടു, നടക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് നടന്നു. ഇച്ചിരി കഴിഞ്ഞപ്പം ഒരു ചെളിക്കുണ്ട് കണ്ടു, അങ്ങോട്ടെടുത്ത് അങ്ങ് ചാടി. ഇതാ സ്റ്റോറി. പത്രോസ് പറയാ ഇതുപോലെയാണെന്ന്. യു cannot fake. Somewhere who you are inside will show forth. Peter he's given a very vivid illustration in 2 Peter chapter 2 verses 16 following about a pig who washed himself and put on new clothes. He could go with that for a time, but he could not, because when he saw a muddy pond, he fell into that again. He jumped into, rather, he could not. See, you cannot fake. Somewhere, sometime, it will show forth. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആർക്കാ ശിക്ഷാവിധി ഇല്ലാത്തത്? ചർച്ച് രജിസ്റ്ററിൽ പേരുള്ള എല്ലാവർക്കും ശിക്ഷാവിധി ഇല്ലെന്നും വേദപുസ്തകത്തിലില്ല. നോ. ഇപ്പോഴും ആദാമിൽ തന്നെയാണോ അതോ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണോ ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിലാണോ സാങ്ക്ടിഫിക്കേഷൻ സംഭവിച്ചിരിക്കും. ക്രിസ്തുവിലാണോ പാപമില്ലെന്നല്ല, പാപം വന്നേക്കാം. ബട്ട് യു വാണ്ട് ടു ഗെറ്റ് ക്ലെൻസ്ഡ്. You want to be washed again. You want to be cleansed. You want to lead a victorious life. ആ കാര്യത്തെക്കുറിച്ച് ആ റോമാലേഖനം 8-ാം അധ്യായം പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
വീണ്ടും ജനിക്കാത്തവരാണെങ്കിൽ വീണ്ടും ജനിക്കണം. അല്ല, റോമലേഖനം 7-ാം അധ്യായത്തിലെ ക്രിസ്ത്യാനിയാണെങ്കിൽ 7-ാം അധ്യായം വിട്ട് 8-ാം അധ്യായത്തിലേക്ക് വരണം. 7-ാം അധ്യായത്തിൽ ഒത്തിരി നാളൊന്നും തുടരാൻ പറ്റുകയില്ല. യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. വി ഹാവ് ടു, വന്നേ പറ്റൂ. എനിക്കറിയാം, ഞാനിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കൊക്കെ പറഞ്ഞു. അത് പറഞ്ഞത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഏതാണ്ട് ഗ്രഡ്ജ് ഉണ്ടായിട്ടോ അല്ല. ഐ ലവ് യു ഓൾ. ഐ ലവ് യു ഓൾ. അതുകൊണ്ടാണ് നമുക്ക് നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ സമർപ്പിക്കാം. ഈ രാത്രിയിലെ ദൈവവചന പഠനം നമുക്ക് അനുഗ്രഹമായിട്ട് വരട്ടെ. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. എത്ര വ്യക്തമാണ് കർത്താവിൻ്റെ വചനം, എത്ര ക്ലിയറാണ്. ക്രിസ്തുവിശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ലെന്ന് പോൾ പറയുമ്പോൾ ആ ശിക്ഷാവധി മാറിയത് എങ്ങനെയാണെന്ന് പോൾ പറഞ്ഞിട്ട് അത് മാറുമ്പോൾ എന്താണ് അതിൻ്റെ എവിഡൻസ് എന്ന് പോൾ പറയുന്നു. ആ എവിഡൻസ് വിശുദ്ധീകരണമാണ്. അത് നമ്മിലാണ് ചെയ്യുന്നത്. നാം എന്തേലും ചെയ്യാനൊന്നും വെച്ചാലൊന്നും നടക്കുകയില്ല. നമ്മൾ എന്നോ ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. നമ്മിൽ നടക്കണം. ആരാ ചെയ്യുന്നത്? ദൈവമാ ചെയ്യുന്നത്. ആരാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് അത് ചെയ്തിരിക്കും. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. ദൈവപാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. വചനം നമുക്ക് അനുഗ്രഹമായി വരട്ടെ. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.